റഷ്യയും വിയറ്റ്നാമും പോയി വന്നപ്പോൾ ചൈനയും കൂടി സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് സവാരിയിൽ നിന്ന് വിജിലന്റ് വിളി വന്നത്, ചൈനയ്ക്ക് വരുന്നോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്തപ്പോൾ അതാ ഒരു പ്രതിസന്ധി. പഹൽഗാം ഭീകരാക്രമണവും യുദ്ധഭീതി. യാത്ര അനിശ്ചിതത്തിലായി. നേരത്തെ ചൈന യാത്രയ്ക്ക് ഒരുങ്ങിയതാണ്. കോവിഡ് മൂലം അന്ന് തടസ്സപ്പെട്ടു. ഇപ്പോഴും യാത്രാ ദിവസം എടുത്തപ്പോൾ പക്ഷെ ആശ്വാസമായി. യുദ്ധഭീതി ഒഴിഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും മിക്കവരും എയർപോർട്ടിൽ റെഡിയായിരുന്നു. സവാരിയുടെ കൂടെ മറ്റ് യാത്രികളിൽ പരിചയപ്പെട്ടവരുണ്ട്. അത് ആശ്വാസമായി. മറ്റുള്ളവരെയും പരിചയപ്പെട്ടു. ലോക സമ്പദ് വ്യവസ്ഥയുടെ നെറുകിലെത്തിയ ചൈനയെ ചെറുതായൊന്ന് പരിചയപ്പെടാവിനി. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ചൈനയ്ക്ക്. 2100 BC-യിലെ സിയാ രാജവംശം മുതൽ AD 1911 വരെ നിലനിൽക്കുന്ന ക്യുങ് രാജവംശം വരെ നീളുന്നതാണ് ചൈനയുടെ രാജവാഴ്ച ചരിത്രം. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഷൗ രാജവംശമാണ്, 800 വർഷങ്ങൾ. ചൈന ആരാണ് ഭരിക്കുന്നതെന്ന് തീരുമാനിച്ചിരുന്നത് ഈഷാങ് ഡി എന്ന ദേവതയായിരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഒരു ഭരണാധികാരിക്ക് ഭരിക്കുവാനുള്ള അധികാരം നഷ്ടപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ധാരാളമായി ഉണ്ടാകുമ്പോഴായിരുന്നു എന്നും ജനങ്ങളോട് ഭരണകൂടത്തിന് താല്പര്യം നഷ്ടപ്പെടുമ്പോഴോ ആയിരുന്നു എന്നുമായിരുന്നു വിശ്വാസം. ഇതിന്റെ അനന്തരഫലമായി ഭരണകൂടത്തെ മറിച്ചെടുക്കപ്പെടുകയും പുതിയ രാജവംശം നിലവിൽ വരികയും ചെയ്തുകൊണ്ടേയിരുന്നു. കൺഫ്യൂഷനിസം, ടാവോയിസം തുടങ്ങി നിരവധി തത്വചിന്താധാരകൾ ഇക്കാലയളവിൽ ഇവിടെ നിലവിലുണ്ടായിരുന്നു. വൻമതിൽ നിർമ്മാണം ആരംഭിക്കുന്നത് BC 3-ാം നൂറ്റാണ്ടിൽ ഭരിച്ച ക്യുൻ രാജവംശമാണ്. AD 9 ഭരണാധികാരി വാങ് മാങ് അടിമത്തം നിരോധിച്ചു. ഭൂപരിഷ്കരണം നടത്തി ഭൂമി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇക്കാലത്താണ് മഞ്ഞ നദി കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് 2ആയി വിഭജിക്കപ്പെടുന്നത്. ഇതുമൂലമുണ്ടായ നാശങ്ങൾ കാരണമുണ്ടായ കലാപത്തിൽ രാജാവ് കൊല്ലപ്പെട്ടു. പുരാതന ചൈനയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായത് തുടർന്നു വന്ന ഹാൻ രാജാക്കന്മാരുടെ കാലത്താണ്. പേപ്പർ ഉണ്ടാക്കുന്ന വിദ്യ ഉടലെടുക്കുന്നതും ഇക്കാലത്താണ്. 12-ാം നൂറ്റാണ്ടിലെ സോങ് രാജവംശ കാലത്താണ് വെടിമരുന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ജനസംഖ്യയുടെ പകുതിയെ കൊന്നൊടുക്കിയ 1-ാം പ്ലേഗ് പടർന്നു പിടിച്ചത് ചെങ്കിസ് ഖാന്റെ മകൻ സ്ഥാപിച്ച യുവാൻ രാജവംശ കാലത്താണ്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ വീണ്ടും പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. ജനസംഖ്യയുടെ 30% ഇതുമൂലം മരണപ്പെട്ടു. 1638-ൽ ഷു യുവാങ് ഷാ സ്ഥാപിച്ച മിങ് രാജവംശക്കാലത്താണ് നഗരവൽക്കരണത്തിന് വേഗത കൂടിയത്. വിയറ്റ്നാം അന്ന് ഇവരുടെ സ്വാധീനത്തിലായിരുന്നു. 1911 ഒക്ടോബർ 10 നടന്ന വിപ്ലവത്തിന്റെ ഭാഗമായി സൺയാട്സന്റെ നേതൃത്വത്തിൽ 1912 മാർച്ച് 12 റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നതോടെ ചൈനയിലെ രാജവംശത്തിന് അറുതി വന്നു. ക്യുങ് രാജവംശമാണ് ചൈനയിലെ അവസാനത്തെ രാജവംശം. 1919-ൽ 1-ാം ലോക യുദ്ധം അവസാനിച്ചപ്പോഴുണ്ടാക്കിയ വാഴ്സ് ഉടമ്പടിയിൽ ചൈന ഒപ്പുവെച്ചത് ആഭ്യന്തര കലാപത്തിന് തുടക്കമിട്ടു. സൺയാട്സന്റെ മരണത്തോടെ കമിങ്താങ് പാർട്ടി ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തു. 1934-ൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ ലോങ് മാർച്ചിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം തിരിച്ചുപിടിച്ചു. 1937-ലെ ജപ്പാൻ ആക്രമണം ഇവരെ ഒന്നിപ്പിച്ചു. 1945-ൽ ജപ്പാനെ ഇവർ തുരത്തി ഓടിച്ചു. 1949 ഒക്ടോബർ 1 മാവോ സേതുങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചതോടെ ചൈനയുടെ ആധുനിക യുഗം ആരംഭിക്കുകയായി. 1998-ലെ ജനറൽ സെക്രട്ടറി ഹുയാവോ ബാങ്ങിന്റെ മരണത്തെ തുടർന്ന് സർക്കാരിനെതിരെ യുവാക്കൾ ടിയാനൻ ചതുരത്തിൽ നടത്തിയ പ്രതിഷേധം ജൂൺ 4 സർക്കാർ അടിച്ചമർത്തി. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. തുടർന്ന് പ്രസിഡന്റ് ജിയാങ് സെമിങ്, പ്രധാനമന്ത്രി ഷൂ റോൺജി എന്നിവരാണ് ചൈനയുടെ ഇന്ന് കാണുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടത്. ആയിരക്കണക്കിന് വർഷം ചരിത്രമുള്ള ചൈനയുടെ ചരിത്രം ഇത്ര പറഞ്ഞപ്പോഴേക്ക് ബോറടിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം. അതിനാൽ ചരിത്രം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. രാത്രി 12 മണിയായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ മലേഷ്യൻ വിമാനമാണ്. അടിപൊളി സെറ്റപ്പ്. 2 മണിക്കാണ് രാത്രി ഭക്ഷണം എത്തിയത്. സൂപ്പർ. പായസം അടക്കമുണ്ട്. രാവിലെ 7:30 കോലാലംപൂരിൽ എത്തിയപ്പോൾ വാച്ചിൽ അപ്പോൾ സമയം 5 മണി. നമ്മേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണവർ. കോലാലംപൂരിൽ നിന്ന് 8:45 അടുത്ത ഫ്ലൈറ്റിൽ ഷാങ്ഹായിലേക്ക്. പ്രഭാത ഭക്ഷണം വീണ്ടും ഫ്ലൈറ്റിൽ തന്നെ. പ്രഭാത കൃത്യങ്ങളൊക്കെ ഒരു നശകുശ. പല്ലുതേപ്പ് പോലും മറന്ന് ഭക്ഷണം കഴിച്ചു.
രാവിലെ 10 മണിക്ക് ഷാങ്ഹായിൽ ഇറങ്ങി. ചൈന സിം എടുക്കുകയാണ് ആദ്യം ചെയ്തത്. അതെടുത്താലും സാധാരണ കോളൊന്നും പറ്റില്ല കേട്ടോ. എന്നാലും വാട്സപ്പ് കോളും ഫേസ്ബുക്കും ഒക്കെ പറ്റും. ഞങ്ങളാകെ 40 പേരാണ് ഈ യാത്രയിലുള്ളത്. സൗകര്യത്തിനായി 20 പേർ വീതമുള്ള 2 ടീമായി തിരിഞ്ഞു. ഒരു ടീമിനെ വിജിലും മറ്റേതിനെ വിവേകും നയിച്ചു. ഞങ്ങളുടെ ടീമിലെ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. കൊട്ടിയൂരിൽ നിന്നുള്ള മനോജും സണ്ണിയും, തിരുവനന്തപുരത്ത് നിന്ന് ഗീത, ദീപ, സജിത, കണ്ണൂരിൽ നിന്ന് തന്നെയുള്ളവരാണ് മറ്റെല്ലാവരും. രാമകൃഷ്ണ മാഷന്മാർ, തങ്കമണി, ബാലകൃഷ്ണ മാഷ്, ഗണേശൻ അശ്വതിയും, വിജയൻ മാഷും, വനജ ടീച്ചറും, ശ്രീധരൻ മാഷ്, ഗിരീശൻ മാഷും, ശ്രീജ ടീച്ചറും, ഗോവിനാഥൻ മാഷ്, അജിത്ത് മാഷ്, പിന്നെ മലപ്പുറത്തുനിന്ന് ഞാനും നിർമ്മലയും. എയർപോർട്ടിൽ നിന്ന് പുറത്തു കടന്നത് മറ്റൊരു രസകരമായ യാത്രയിലേക്കാണ്. അതിവേഗ മെട്രോ തീവണ്ടി. തീവണ്ടി ഇറങ്ങിയപ്പോൾ ഗൈഡും ബസ്സുകളും ഞങ്ങളെ കാത്തു നിന്നിരുന്നു. 7 മണിയായി യാത്ര അവസാനിച്ചപ്പോൾ ഉച്ചഭക്ഷണം സ്വാഹ, ഉറക്കക്ഷീണം, യാത്രാക്ഷീണവും. നേരെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. രാത്രി ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക്. സൂയിസെ പ്ലേസ് എന്ന ഹോട്ടലിലാണ് താമസം. രാജകീയ സൗകര്യങ്ങളോടുകൂടിയ ഹോട്ടൽ. 9ാം നിലയിലാണ് ഞങ്ങളുടെ മുറി. ഇനിയുള്ള 3 ദിവസങ്ങൾ ഇവിടെയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ആനക്കസേര. അതിരാവിലെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് എത്തി. പ്രഭാതപക്ഷം ഇവിടെയാണ്. ഇനി 3 ദിവസം നേരെ പഴയ പ്രശസ്തമായ TV സ്റ്റേഷനിലേക്ക്. ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിന്ന്. ബസ്സിനകത്തെ നിയന്ത്രണം രാമകൃഷ്ണൻ മാഷന്മാർ അങ്ങ് ഏറ്റെടുത്തു. നന്നായി പാടുന്നവരുണ്ട്, കവികളുണ്ട്, കഥ പറയുന്നവരുണ്ട്. യാത്ര കളറാകും തീർച്ച. 1994 ഓറിയന്റൽ പേൾ ടവർ നിർമ്മാണം പൂർത്തിയായത്. വേൾഡ് ഫിനാൻഷ്യൽ സെന്റർ 2007 പൂർത്തിയാകും വരെ ഇതായിരുന്നു ഷാങ്ഹായിലെ ഉയരം കൂടിയ ടവർ. 276 മീറ്റർ വരെ നമുക്ക് പോകാം. 137 മീറ്റർ ആന്റണിയും ചേർത്ത് ആകെ സൗധത്തിന് ഉയരം 468 മീറ്റർ. യാങ്സെ നദി തീരത്താണ് ഈ അത്ഭുത സൗധം. ഇതിന്റെ മുകളിൽ നോക്കിയാൽ നദിയെ നമുക്ക് പൂർണ്ണമായി കാണാം. മുകളിൽ നിന്ന് ചുറ്റും നടന്നാൽ ഷാങ്ഹായ് നഗരവും പൂർണ്ണമായി കാണാം. നദിയുടെ ദൂരക്കാഴ്ചയും ആനന്ദകരം തന്നെ. TV ബ്രോഡ്കാസ്റ്റിങ്ങിനായാണ് ഇത് പണിതത്. ഇരട്ട വ്യാളികൾ മുത്തുകൾ കൊണ്ട് കളിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഓറിയന്റൽ പേൾ ടവർ എന്ന് പേര് വീണത്. ലോകത്ത് 6ാമത്തെയും ചൈനയിലെ 2ാമത്തെയും ഉയരം കൂടിയ കെട്ടിടമാണിത്. കറങ്ങുന്ന റെസ്റ്റോറന്റും ഗ്ലാസ് പാലവുമാണ് ആകർഷകം. ഗ്ലാസ് പാലം ഗ്ലാസ് ടവറിലൂടെയുള്ള നടത്തത്തിന് കുറച്ച് ധൈര്യമൊക്കെയാണ് കേട്ടോ. അങ്ങ് താഴെ വരെ കാണാം തലചുറ്റും അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന പ്രതീതി. പലരും ഇതിലൂടെ നടക്കാൻ മടി കാണിച്ചു. യാങ്സി നദീതീരത്തെ വാക്കിംഗ് സീറ്റിലേക്കാണ് പിന്നീട് പോയത്. ഏഷ്യയിലെ നീളമേറിയ നദിയാണിത്. ലോകത്തെ 3ാമത്തേത്. പാർട്ടി പതാകയുള്ള ഒരു കെട്ടിടത്തിന് മുന്നിൽ ഇറക്കി വിട്ടു ഞങ്ങളെ. ഒറ്റയ്ക്കും കൂട്ടായി നദീക്കരയിലൂടെ അലഞ്ഞു തിരിഞ്ഞു. സുന്ദര സായാഹ്നം. ഇവിടുത്തെ ആദ്യത്തെ മേയറുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോകൾ എടുത്തു. പൂക്കളാൽ അലങ്കൃതമാണ് എങ്ങും. റോഡിനടിയിലൂടെ ഒരു സബ്വേ പോകുന്നുണ്ട്. അതിനകം മാർക്കറ്റാണ്. എല്ലാ ദിവസവും ഇന്ത്യൻ റെസ്റ്റോറന്റുകളിലാണ്. ഇന്ന് മദ്രാസ്കാരനായ കണ്ണന്റെ ഉടമയിലുള്ള ഒരു ഹോട്ടലിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ 1991 തുടങ്ങിയതാണിത്. മികച്ച ഭക്ഷണം. സിൽക്ക് സിറ്റി സന്ദർശിച്ചു. വിയറ്റ്നാമിലും ഇതുപോലെ സിൽക്ക് സിറ്റി സന്ദർശിച്ചിരുന്നു. സിൽക്ക് സിറ്റി സന്ദർശനം ഒരാചാരമാണോ ഉത്തമ? തുടർന്ന് ഞങ്ങൾ ഒരു ചൈനീസ് മാർക്കറ്റിൽ പോയി. മിക്കവരും ഈ മാർക്കറ്റിൽ നിന്ന് പല സാധനങ്ങളും വിലപേശി വാങ്ങി. സന്ധ്യയ്ക്ക് ഒരു അടിപൊളി അക്രോബാറ്റിക് ഷോ കണ്ടു. ഒരു അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും ഷോ.
കഥയുണ്ട്, സർക്കസ് ഉണ്ട്, നൃത്തമുണ്ട്, മരണക്കിണർ വരെയുണ്ട്. വെള്ളം ഒഴുകി പരന്നാണ് ഷോ ആരംഭിക്കുന്നത് തന്നെ. ആകെ ഒരു മായാ കാഴ്ച. പാട്ടും കൗതുകവുമായിരുന്നു ഞങ്ങളുടെ മടക്കയാത്രയിലെ ആഘോഷം. ചൈനയിലെ ആദ്യ ദിനം അങ്ങനെ പൂർണ്ണമാവുകയാണ്.